ഹലോ പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിവദാസൻ മങ്കര. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണം നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞല്ലേ. എന്താണ് ഓണം, എന്തിനു വേണ്ടിയാണ് ഓണം ആഘോഷിക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കിയാലോ. അതിന് മുൻപേ ഞാൻ പറയുകയാണ്, എൻ്റെ SD മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. പണ്ട് മഹാബലി എന്നു പേരുള്ള ധർമ്മിഷ്ഠനായ ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രജകളെ വളരെയേറെ സ്നേഹിച്ചും അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തും ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ അവരെ നോക്കിയിരുന്നു. അതുകൊണ്ട് ആ നാട്ടിൽ കളവും ചതിയും നുണയും ഒന്നുമില്ലായിരുന്നു. ഇതെല്ലാം കണ്ട് ദേവന്മാർക്ക് അസൂയമൂത്ത് അവർ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് മഹാബലി തമ്പുരാനെ നാടുകടത്താനായി ആവശ്യപ്പെട്ടു. അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അതിന് സമ്മതിച്ചു. ഒരു ദിവസം മഹാബലി തമ്പുരാൻ അശ്വമേധയാഗം കഴിഞ്ഞ് മടങ്ങി വരവെ അദ്ദേഹത്തിന് മുന്നിൽ വിഷ്ണു ഭഗവാൻ വാമന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. വിഷ്ണു ഭക്തനായ മഹാരാജാവ് അതിന് സമ്മതിച്ചു. പെട്ടെന്ന് തന്നെ വാമനൻ വളർന്ന് വലിയ രൂപത്തിലായി. തൻ്റെ ആദ്യത്തെ ചുവട് ഭൂമിയെയും രണ്ടാമത്തെ ചുവട് ആകാശത്തെയും അദ്ദേഹം അളന്നെടുത്തു. എന്നിട്ട് മഹാബലിയോട് ചോദിച്ചു, ഇനി ഞാൻ 3ാമത്തെ ചുവട് എവിടെ വയ്ക്കും? മഹാബലി തമ്പുരാൻ, സത്യസന്ധനായ മഹാബലി തമ്പുരാൻ തൻ്റെ ശിരസ് താഴ്ത്തിക്കൊണ്ട് വാമനനോട് പറഞ്ഞു, എന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിക്കോളൂ. അതിനു മുൻപ് എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ ഞാൻ വരുന്നതായിരിക്കും. അതിനെ അനുവദിക്കണം. അതിനെ അനുവദിച്ചുകൊണ്ട് വാമനൻ മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ തിരുവോണം നാളിൽ മഹാബലി തമ്പുരാൻ വരാറുണ്ടായിരുന്നു. ആ വരവിനെയാണ് നാം ഓണം എന്ന് പറയുന്നതും. അതുപോലെ അദ്ദേഹത്തിന് വേണ്ടി നാം നമ്മുടെ വീടെല്ലാം അലങ്കരിച്ച് പൂക്കളമിട്ടും മാവേലി വെച്ചും പുത്തൻ ഉടുപ്പണിഞ്ഞും അതുപോലെ നല്ല സദ്യ ഒരുക്കിയും വരവേറ്റിരുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അറിയിക്കാതിരിക്കാനാണ് നാം കടം വാങ്ങിയിട്ടെങ്കിലും എല്ലാവരും ഓണം കഴിയുന്നത്. അതിനെയാണ് നമ്മൾ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത്. ഇതാണത്രേ ഓണം ആഘോഷിക്കാനുള്ള കാര്യങ്ങൾ. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. ഇത്രമാത്രം. എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കാണില്ല, കാരണം ഇതിനെക്കുറിച്ച് അറിയുമായിരിക്കും എല്ലാവർക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അതിനെക്കൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.